നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ സങ്കീർണമായിട്ടുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരുമെങ്കിലും ഒരു പക്ഷേ ആത്മനിയന്ത്രണത്തോടുകൂടി ഈശ്വര പ്രാർത്ഥനകളോടുകൂടി അനുഭവജ്ഞാനമുള്ളവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവലംബിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും ലക്ഷ്യപ്രാപ്തി നേടുവാനും ഉപകരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിലുള്ള അനിശ്ചിതാവസ്ഥകളെ പരിഹരിക്കുവാൻ ഒരു പക്ഷേ ചെലവിനങ്ങൾ നിയന്ത്രിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. വരുത്തിവെക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ കുറവ് അവലംബിക്കുന്നത് ഗുണകരമായി തീരുവാനിടയുണ്ട്. ഏറെക്കുറെ പൂർത്തീകരിച്ച പദ്ധതികൾ ചിങ്ങമാസമാകുമ്പോഴേക്കും സമർപ്പണത്തിന് തയ്യാറാവുന്നത് ഗുണകരമായി തീരുവാനിടയുണ്ട്. ആത്മനിയന്ത്രണം നിർബന്ധമായും അവലംബിക്കുന്നത് ഗുണകരമായി തീരുവാനിടയുണ്ട്. വിട്ടുവീഴ്ച മനോഭാവത്താൽ സമാധാനം ഉണ്ടായിത്തീരും. വ്യാപാര വിപണന വിതരണ മേഖലകളിലുള്ള അനിശ്ചിതാവസ്ഥയെ പരിഹരിക്കുവാനായിട്ട് സാധിക്കുന്നത് വഴി കടം വാങ്ങേണ്ട സാഹചര്യം കുറയ്ക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരും. പുതിയ കാർഷിക സമ്പ്രദായം ആവിഷ്കരിക്കുവാനിടയുണ്ട്. ഉദര നീർദോഷ രോഗപീഠകൾക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതി ഫലപ്രാപ്തി കണ്ടു തുടങ്ങുവാനിടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം അവർക്ക് അവധി ലഭിക്കാത്തതിനാൽ അവരോടൊപ്പം താമസിക്കുവാനായിട്ട് യാത്ര പുറപ്പെടുവാനുള്ള സാഹചര്യമുണ്ടായിത്തീരും. പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാനിടയുണ്ട്. സ്തുത്യർഹമായിട്ടുള്ള സേവനം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനിടവരും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുവാനുള്ള അവസരം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വാസ്തവ വിരുദ്ധമായുള്ള പല തോന്നലുകളെയും അതിജീവിക്കുവാൻ സുതാര്യതയുള്ള സമീപനം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ യോഗമുണ്ട്. ജൂലൈ മാസത്തിലെ അനുഭവഫലങ്ങളാണ് ഈ പറഞ്ഞത്. നമസ്കാരം.